ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് എൻ്റെ കണ്ണിന് ചെറുതായിട്ടേ പ്രശ്നം വന്നു. എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ കുരുണ്ടായിട്ടേ എന്താണെന്നറിയില്ല, അത് മാറാൻ കുറച്ച് ദിവസം എടുക്കും ചെയ്ത് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കണ്ണട ഇട്ടണത് കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഇന്ന് അവിട്ടം തിരുനാൾ ആശംസകൾ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്, നമ്മൾ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു പുതിയ സ്കാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലാരും പെടാതിരിക്കുക. സ്കാം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 10,950 രൂപ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ആരും കയറാതിരിക്കുക. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരോടും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മളെ അക്കൗണ്ടിലേക്ക് അങ്ങനെ നമ്മളെ മെസ്സേജിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരും ആ മെസ്സേജിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക. അത് കണ്ട ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടുക. പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. അക്കൗണ്ട് നമ്മുടെ അല്ലെങ്കിൽ അടിച്ചു പോകുന്നതാണ്. അവർ നമ്മളെ പൈസയൊക്കെ അക്കൗണ്ടിലുള്ളത് എടുക്കുന്നതാണ്. പുതിയ സ്കാമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. എനിക്ക് വന്നൊരു മെസ്സേജ് ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജിൽ പോയിട്ട് ആ മെസ്സേജ് വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് ചോട്ടിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കും. അപ്പോൾ എന്തായാലും ഞാനതിൽ ക്ലിക്ക് ചെയ്തൊന്നുമില്ല. എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് സ്കാമാണെന്ന്. പിന്നെ ഗൂഗിൾ പേയിൽ ഞാൻ പോയിട്ട് നോക്കി, നമ്മളെ അക്കൗണ്ടിൽ പൈസ ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. ആദ്യം തന്നെ അതാണ് നോക്കിയത്. അപ്പോൾ വന്നിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ നമ്മളെന്തായാലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പോയില്ല. നമുക്ക് മനസ്സിലായി അതൊരു സ്കാമാണെന്ന്. അപ്പോൾ ആരും അതിൽ പെടാതിരിക്കുക കേട്ടോ. ആരും സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. നന്ദി.